റിപ്പോർട്ട് ബ്രേക്കിംഗ്. ശബരിമലയിലേക്ക് സ്പോൺസർമാരെ കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടിൽ അടിമുടി ദുരൂഹത. സന്നിധാനത്ത് വില കൂടിയ സമർപ്പണം നടത്താനെന്ന പേരിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള പലരിൽ നിന്നായി പോറ്റി പണം വാങ്ങി. ഇത്തരത്തിൽ സമ്പാദിച്ച പണം ബ്ലേഡ് പലിശയ്ക്ക് നൽകുകയായിരുന്നു പോറ്റിയെന്നും വിജിലൻസ് സംഘത്തിന്റെ അനുമാനം. വിശദമായ അന്വേഷണത്തിനായി അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. അതിനിടെ 2019 സ്വർണ്ണപ്പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ആദ്യം നമുക്ക് PS പ്രശാന്തിനെ ഒന്ന് കേൾക്കാം. ഞാൻ പറയുന്നത് 99-ലാണ് വിജയ് മല്യയുടെ ഈ സ്വർണ്ണപ്പൂശൽ നടക്കുന്നത്. അവിടം മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും. ഈ 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളിൽ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല 99 മുതൽ നടക്കട്ടെ അന്വേഷണം. 2025 വരെയും നടക്കട്ടെ. സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ. അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ. ഈ 18 സ്ട്രോങ് റൂമുകളുടെയും കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. C കാറ്റഗറി ഇത് 3-ലും പെടാത്തത്. ഈ 3-ലും പെടാത്ത 467 കിലോഗ്രാം സ്വർണം ഞങ്ങൾ കൈമാറി കഴിഞ്ഞു. കാരണം അല്ലെങ്കിൽ അയാളുടെ കൈവടിച്ചിരിക്കുന്ന ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ ഉണ്ടെന്ന് എന്തിനാണ് കള്ളം പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് 6 ദിവസം മുമ്പാണ്. അപ്പോൾ അതിൽ ആസൂത്രണമുണ്ട്, ഒരു സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. നമുക്കൊപ്പം റഹീസ് റഷീദും ഒപ്പം അർജുൻ മട്ടന്നൂരുമുണ്ട്. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, നമ്മളുടെ അന്വേഷണത്തിലും വിജിലൻസിന്റെ അന്വേഷണത്തിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പറഞ്ഞു വന്ന ഈ സ്പോൺസർ മൊത്തം ഉഡായിപ്പാണെന്നും ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇയാൾ ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരി ആയിരുന്നുവെന്നും പിന്നീട് ശബരിമലയിലേക്ക് പോയെന്നും പിന്നീട് ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുവെന്നുമാണ് നമ്മളുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. പക്ഷേ ഇയാൾ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? എന്തൊക്കെയാണ് വിജിലൻസിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള പ്രാഥമിക അനുമാനങ്ങൾ? അരുൺകുമാർ, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസ് SP നടത്തിയ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് ധനികരായ കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് പണം തട്ടി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതിനെ അവലംബിച്ച രീതിയും വിജിലൻസിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പലരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന് അതിലേക്ക് എത്താൻ പറ്റിയത്. അതായത് ഉദാഹരണമായി പറഞ്ഞാൽ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാൻ വേണ്ടി ഒരു സ്പോൺസറെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടെത്തും. അതേപോലെ ഒരു 4-5 സ്പോൺസർമാരോട് ഇതേ പാളിയിൽ സ്വർണം പൂശാൻ പണം നൽകണമെന്ന് ആവശ്യപ്പെടും. ധനികരായ അയ്യപ്പ ഭക്തരാണ് അവർ, മറ്റൊന്നും ചിന്തിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസവുമാണ്. അങ്ങനെ ഒരു പാളിക്ക് സ്വർണം പൂശാൻ 4-5 ആളുകളിൽ നിന്ന് പണം വാങ്ങി ഒരാളുടെ പണം ഉപയോഗിച്ച് അവിടെ സ്വർണം പൂശുകയും ബാക്കി 4 പേരുടെ പണം പോക്കറ്റിലിടുകയും ചെയ്യുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു രീതി എന്ന് വിജിലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വിവാദമായ സ്വർണ്ണപ്പാളിക്ക് സ്വർണം പൂശാനും അതേ മാതൃകയിൽ 3-4 പേരോട് പണം വാങ്ങിയതായും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കണ്ടെത്തിയ ഇതുപോലെ ഉള്ള ആളുകൾക്ക്, പണം നൽകുന്ന ആളുകൾക്ക്, അവർ ഓരോരുത്തരും വിചാരിക്കുക ഞങ്ങളുടെ പൈസ കൊണ്ടാണ് ഇത് പൂശിയതെന്നാണ്. ഇവിടെ റെക്കോർഡിക്കലിൽ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ. പണം നൽകുന്ന ആളുകൾ അവരുടെ പേര് വരാനൊന്നും പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർ അയ്യപ്പ ഭക്തിയിൽ കൊടുക്കുന്നതാണ്. സ്വാഭാവികമായും അവരോർക്കും എൻ്റെ പണം കൊണ്ട്, ഞാൻ ഓർക്കും എൻ്റെ പണം കൊണ്ടാണെന്ന്, രണ്ടാമത് പണം കൊടുത്ത ആളും എൻ്റെ പണം കൊണ്ടാണെന്ന് ഓർക്കും. അതാണ് ഒരു രീതി. ആ പണം ബ്ലേഡ് പലിശയ്ക്ക് അമിതമായ നിരക്കിൽ കൂടുതൽ ലക്ഷങ്ങൾ ബ്ലേഡ് പലിശയ്ക്ക് കൊടുക്കുന്നതാണ് ഒരു രീതി. ആ രീതിയിൽ കുറേയധികം പണം ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിന് ലഭിക്കുന്ന വിവരം. നമ്മൾ മനസ്സിലാക്കുന്നത് വിജിലൻസിന്റെ SP സുനിൽ കുമാറും ഒരു SI ബിജുവും മറ്റൊരു SIയും 3 പേരാണ് ബംഗളൂരുവിലുള്ളത്. അവർക്ക് ഇന്നലെ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഫോണിൽ പോലും കിട്ടുന്നില്ല എന്നാണ് വിവരം. വിനീത് ജയൻ എന്ന ഒരു വ്യവസായിയാണ് ഇപ്പോൾ വിവാദമായ സ്വർണ്ണപ്പാളി തന്റെ കയ്യിൽ ഉണ്ട് എന്ന് അവകാശപ്പെട്ടത്. ആ വിനീത് ജയനിൽ കേന്ദ്രീകരിച്ചും അന്വേഷണം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ. തുടരണം റഹീസ്. ഞാനൊന്ന് അർജുൻ മട്ടന്നൂരിലേക്ക് പോയി വരാം.